ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ പുതിയ ചിത്രമാണ് വരയ്ക്കാൻ പോകുന്നത്. ആദ്യം നമ്മൾ HBയുടെ പെൻസിൽ എടുക്കുക. ആദ്യം നമ്മൾ വരയ്ക്കാൻ വേണ്ടിയിട്ട് HBയുടെ പെൻസിലാണ് എടുക്കേണ്ടത്. ആദ്യം ഇവിടെ ഒരു സർക്കിൾ വരയ്ക്കുക. നമ്മൾ ആദ്യം ഒരു സൂര്യൻ്റെ ഇതാണ് വരയ്ക്കുന്നത്. ദെൻ നന്നായിട്ടൊന്നത് ഇതുപോലെ ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുക. ദെൻ നെക്സ്റ്റ് വൺ, ഇവിടെ നിന്ന് ഇങ്ങോട്ട് 2 ലൈന് വരയ്ക്കുന്നുണ്ട്. ലൈനിൻ്റെ ഉള്ളിൽ ഇതുപോലെ മേഘങ്ങളാണ് വരയ്ക്കുന്നത്. ഓക്കെ, ദെൻ അതൊന്ന് ചെറുതായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഇതുകൊണ്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഈ സൂര്യൻ്റെ ഈ ഭാഗം മാത്രം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ബ്ലെൻഡിങ് മമ്പ് എടുത്തിട്ട് വേണം നമ്മൾ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ. അതിന് ശേഷം ഈ സൈഡിലായിട്ട് വേണം നമുക്ക് അടുത്തത് വരയ്ക്കാൻ വേണ്ടിയിട്ട്. ഇതിന് ആദ്യം ഒരു കപ്പൽ വരയ്ക്കുക. കപ്പൽ ഈ സൈഡ് ഭാഗം നീട്ടിയിട്ട് വേണം വരയ്ക്കാൻ. ദെൻ ഇത് ജോയിൻറ്റ് ചെയ്യുക, ഇത് ജോയിൻറ്റ് ചെയ്യുക. ദെൻ ഇവിടെ നിന്ന് ഇങ്ങോട്ടൊരു ചെറിയൊരു ലൈൻ വരയ്ക്കുക, സ്ട്രെയിറ്റ് ലൈൻ. ഇവിടെ നിന്ന് ഒരു ലൈൻ വരയ്ക്കുക, ഇവിടെ നിന്ന് ഒരു ലൈൻ വരയ്ക്കുക. ദെൻ ഇവിടെ ഒരു പ്ലസ് ഇടുക. ദെൻ ഇവിടെ നിന്ന് പകുതി നിന്ന് ഇങ്ങോട്ട് വേണം ജോയിൻറ്റ് ചെയ്യാൻ. ദെൻ അതുപോലെ തന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ടും ജോയിൻറ്റ് ചെയ്യാം. ഇവിടെ നിന്ന് 2 ലൈന് ജോയിൻറ്റ് ചെയ്യണം. ഓക്കെ, ദെൻ ഇത് 10Bയുടെ പെൻസിൽ എടുക്കണം. ഓക്കെ, ഇത് നമ്മൾ 10Bയുടെ പെൻസിലെടുത്ത് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക. ഇതിനത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ മാത്രമാണ് ഷെയ്ഡ് ചെയ്യണത്. അതിന് ശേഷം ഇവിടെ നിന്നും ഇങ്ങോട്ട് സ്പ്രെഡ് ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ അതുപോലെ 10Bയുടെ പെൻസിൽ കൊണ്ട് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ഹൈലൈറ്റ് ചെയ്തിട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ എടുക്കുന്നത് 8Bയുടെ പെൻസിലാണ്. 8Bയുടെ പെൻസിൽ എടുത്തിട്ട് ഇവിടെ നിന്ന് വരച്ചു കൊടുക്കാം. ഇതുപോലെ വേണം വരച്ചു കൊടുക്കാൻ. ദെൻ ബ്ലെൻഡിങ് പമ്പ് എടുത്തിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഒരു സ്കെയിൽ എടുത്തിട്ട് HBയുടെ പെൻസിലാണ് എടുത്താക്കുന്നത് വരയ്ക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ നിന്ന് സൈഡിലേക്ക് ഒന്ന് ചെരിച്ച് 2 ലൈൻ ഇട്ട് കൊടുക്കുക. അതുപോലെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ആദ്യത്തെ ജോയിൻറ്റ് ചെയ്യാം, പിന്നെ ഉള്ളത് ജോയിൻറ്റ് ചെയ്യാണ്ട് ഇതുപോലെ വെച്ച് കൊടുക്കാം. ദെൻ ഇത് ജോയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇത് ഷെയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് 6Bയുടെ പെൻസിലാണ് ഞാൻ എടുത്താക്കുന്നത്. 6Bയുടെ പെൻസിൽ കൊണ്ട് ഇതൊന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കും. ദെൻ അതിനുശേഷം സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം 6Bയുടെ പെൻസിൽ കൊണ്ട് തന്നെ ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുക. ഒന്ന് നന്നായിട്ട് കറുപ്പിച്ച് കൊടുക്കണം കേട്ടോ. ഓക്കെ, അതിനുശേഷം നമ്മൾ HBയുടെ പെൻസിൽ എടുത്തിട്ട് ഇവിടെ ചെറിയൊരു സ്റ്റോൺ വരച്ച് കൊടുക്കുക. ഇങ്ങനെ ആദ്യം റാ പോലെ വരയ്ക്കുക, പിന്നെ ഇങ്ങനെ ഒന്ന് വളഞ്ഞിട്ട് വരയ്ക്കുക, ദെൻ വീണ്ടും റാ പോലെ വരയ്ക്കുക, ദെൻ വീണ്ടും വളഞ്ഞിട്ട് വരയ്ക്കുക. എന്നിട്ട് ഇവിടെ നിന്ന് ജോയിൻറ്റ് ചെയ്യുക. നമ്മൾ കല്ലിൻ്റെ ഈ ഭാഗം ഷെയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് 2Bയുടെ പെൻസിലാണ് എടുത്താക്കുന്നത്. ഈ സൈഡ് ഒന്ന് ഇതാക്കി കൊടുത്താൽ മാത്രം മതി. ദെൻ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. ഇവിടെ മാത്രമാണ് നമുക്ക് ഷെയ്ഡ് ചെയ്ത് കൊടുക്കണ്ടോ. ദെൻ ബ്ലെൻഡിങ് പമ്പ് എടുത്തിട്ട് സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 2Bയുടെ പെൻസിൽ കൊണ്ട് നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാം. എന്ത് നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുമ്പോഴാണ് ആ ഡ്രോയിങ്ങിന് വൃത്തിയുള്ളത് കേട്ടോ. അതിനുശേഷം 8Bയുടെ പെൻസിൽ എടുക്കുക. 8Bയുടെ പെൻസിൽ എടുത്തിട്ട് ഈ സൈഡ് ഭാഗത്ത് മാത്രം ഒന്ന് ഞാൻ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക.
അതിന് ശേഷം ബ്ലെൻഡും അമൗണ്ടും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ആ ഭാഗത്തൊക്കെ ലൈറ്റായിട്ട് വെള്ളം ഉണ്ടോ എന്നൊക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഓക്കെ, ഇതാണ് നമ്മുടെ ഡ്രോയിങ്. എല്ലാവർക്കും ഇഷ്ടമായെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.